ലോകവിന് ഈ ലോകത്തിൽ അനേക ആൾക്കാർ ജനിച്ചു മരിച്ചു, അനേകർ തത്വജ്ഞാനത്തിനായിട്ട് വന്നു, ഒത്തിരി പേര് തത്വജ്ഞാനികളായിട്ട് ഇവിടെ വളർന്നു, സോക്രട്ടീസ്, ബുദ്ധൻ, ഇങ്ങനെ നിരവധി ആൾക്കാര്. പക്ഷെ പ്രിയപ്പെട്ടവര്, അവരെല്ലാവരും മരിച്ച് മണ്ണിനടിയിൽ ദ്രവിച്ചു പോയി. പ്രിയപ്പെട്ടവര്, അവർക്കാർക്ക് നമ്മളെ രക്ഷിപ്പാൻ കഴിയാത്ത വണ്ണം അവരെല്ലാം ശൂന്യമാക്കപ്പെട്ടു. എന്നാൽ യേശുക്രിസ്തുവോ, അവൻ മരിച്ചുവെങ്കിലും മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റത് വഴി ആ യേശുക്രിസ്തു വീണ്ടും മടങ്ങി വരികയും അവന്റെ മുമ്പിൽ മരിച്ചിട്ടുള്ളവരെല്ലാവരും കണക്ക് തീർക്കുകയും ചെയ്ത ദിവസമുള്ളത് കൊണ്ട് ഈ ഏക സത്യദൈവത്തെ ഞങ്ങൾ ഘോഷിക്കുമ്പോൾ മരണമുള്ള എല്ലാവരും കേട്ടുകൊള്ളണം. അപ്പന്മാരെ, നിങ്ങളുടെ മക്കളെ നിങ്ങൾ സ്നേഹിക്കുന്നെങ്കിൽ ഞങ്ങൾക്ക് അല്പനേരം ചെവി തരുവിന്. അല്ല, മതത്തിന്റെ രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞ് നിങ്ങൾ ഏകരക്ഷകനായിരിക്കുന്ന ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞ് നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ എങ്ങോട്ടാണ് പോകുന്നത് നിങ്ങൾക്കറിയാമോ? അതേ പ്രിയപ്പെട്ടവരെ, ഈ ആകാശത്തെ ഭൂമിയെ സൃഷ്ടിച്ചവൻ ആരാണ് നിങ്ങൾക്കറിയാമോ? ഞങ്ങൾ പറഞ്ഞുതരാം പ്രിയപ്പെട്ടവരെ. എന്നാൽ നോക്കുവിന്, ദൈവം നമ്മളെ സ്നേഹിച്ച മഹാസ്നേഹം 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയുടെ മധ്യഭാഗമായിരിക്കുന്ന യെരുശലേമിൽ നമുക്ക് വെളിപ്പെട്ടു വന്നിരിക്കുകയാണ്. അവന്റെ ശരീരം മുഴുവനും അടിയേറ്റ് തകർക്കപ്പെട്ടിരിക്കുന്നു. അവന്റെ മുഖത്ത് പാപികളായിരിക്കുന്ന മനുഷ്യരുടെ തുപ്പലേറ്റ് വികൃതമാക്കപ്പെട്ടിരിക്കുന്നു. അവൻ 2 കള്ളന്മാരുടെ മധ്യേ 3 ആണിമേൽ തൂങ്ങിക്കിടക്കുന്നു.